വികസിത ഇന്ത്യ, വികസിത കേരളം, വികസിതം എന്ന് പറഞ്ഞിട്ട് ബഡ്ജറ്റ് വന്നപ്പോൾ കേരളത്തിന് നൈസായിട്ടല്ല തേച്ചത്, നന്നായിട്ട് തേച്ചൊട്ടിച്ച്. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പം രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഒരു പുതിയ സിദ്ധാന്തം കൊണ്ടിറങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന് കൊടുത്ത ഒരു പദ്ധതിയും കേരളം നടപ്പിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് പുതിയ പദ്ധതികൾ കൊടുക്കാത്തത്. ഇപ്പോൾ എയിംസ് പോലുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ, അതിപ്പോൾ കേരളത്തിൽ വരണ സ്ഥലമല്ലേ നമ്മൾ കൊടുക്കുകയുള്ളൂ, ബാക്കിയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ. റെയിൽവേ വരണത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ, അപ്പോൾ ഇടനാഴി വരാൻ പോണ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ. അത് കേരളത്തിന് അങ്ങനെ കേരളത്തിന് കേന്ദ്രത്തിൻ്റെ തന്നെ നടത്തിക്കോ, ഇവരെ നടത്താൻ കൊടുക്കണ്ട, പക്ഷെ എന്തെങ്കിലും കൊടുക്കണ്ടേ. പിന്നെ പറഞ്ഞൊരു ന്യായം, രാജീവ് ചന്ദ്രശേഖർ പറയുന്നൊരു പൊളിറ്റിക്കൽ തിയറി, NDAയെ അതായത് ഒന്നും കൊടുക്കാതിരിക്കുമ്പം സ്വാഭാവികമായിട്ട് ആളുകളിൽ പ്രതിഷേധം ഉണ്ടാവുകയും അങ്ങനെയാണെങ്കിൽ NDA കൊണ്ടുവരാം, NDA കൊണ്ടുവന്നാൽ ഇവിടെ വികസനം നടക്കട്ടെ എന്നുള്ള നിലയിൽ NDA കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് പുതിയ കഥ. അപ്പോൾ എന്തായാലും അത് കേട്ടാൽ നല്ല രസകരമായൊരു പൊളിറ്റിക്സാണ്. മറ്റേ പൊളിറ്റിക്സ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, കഴിഞ്ഞ കാലം വരെ BJP ഗവൺമെൻറ് അങ്ങനെ ആയിരുന്നില്ല. എല്ലായിടത്തും കൊടുത്താണ് അവർ വാങ്ങാൻ നിൽക്കുന്നത്. കേരളത്തിൽ എന്തോ ഒരു സ്ട്രാറ്റജി മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. അത് ആരുടെ ബുദ്ധിയാണെന്നറിയില്ല, രാജീവ് ചന്ദ്രശേഖരൻ്റെ ബുദ്ധിയാണോ ആരുടെ ബുദ്ധിയാണെന്നറിയില്ല. കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക, അപ്പോൾ ഒരു നെഗറ്റീവ് വശം ഉണ്ടാവും. ആ നെഗറ്റീവ് വശത്തോട് കയറി പറയുക, ഞങ്ങൾ കോട്ട് തരൂ, ഞങ്ങൾ തരാം എന്ന് പറയുന്ന വേറൊരു സ്ട്രാറ്റജിയിലേക്ക് കേരളത്തെ പിടിച്ചിരിക്കുകയാണ്. അത് എത്ര കണ്ട് മുന്നോട്ട് പോകും നമുക്കറിയില്ല. എന്തായാലും പുതിയ സ്ട്രാറ്റജിയിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. അതിലൂടെ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിന് കുറേ തേങ്ങയെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കും. അപ്പോൾ തേങ്ങ കിട്ടും, തേങ്ങയ്ക്ക് നല്ല കാലമായി, തെങ്ങിന് നല്ല കാലമായി. പിന്നെ ആമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ, ആമയെ പിടിക്കാൻ നടക്കുന്നുണ്ട് ഇനിയിപ്പം. അപ്പോൾ തേങ്ങയും ആമയുമായിട്ട് കേരളം നടക്കണം. ഒരു വ്യവസായവുമില്ല, റെയിൽവേ ഇല്ല, എയിംസ് ഇല്ല, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളൊന്നും തന്നെ കേരളത്തിന്. അതേസമയം തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിന് വളരെ വലിയ പ്രോജക്റ്റുകൾ, റെയിൽവേ കോറിഡോർ 7 റെയിൽവേ ഇടനാഴികൾ വരുന്നതിൽ ചെന്നൈയിൽ നിന്നുള്ളതുകൊണ്ട് തമിഴ്നാട്ടിന് കൃത്യം. അത് പിന്നെ നിർമ്മല സീതാരാമൻ്റെ നാടും കൂടെ ആണ് തമിഴ്നാട്, അതും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ബോംബെ ടു പൂനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതൊരു ഇടനാഴി, 7 എണ്ണത്തിൽ ബോംബെ ടു പൂനെ ഒരെണ്ണമുണ്ട്, ബോംബെ ടു ബാംഗ്ലൂർ ഒരെണ്ണമുണ്ട്, ഹൈദരാബാദ് ടു ബാംഗ്ലൂരുണ്ട്, ചെന്നൈ ഉണ്ട്. അങ്ങനെ പിന്നെ നോർത്ത് ഇന്ത്യ സ്റ്റേറ്റുകൾ, എല്ലാ സ്റ്റേറ്റുകളെയും പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ കേരളത്തെ ഒന്നും തൊട്ടിട്ടില്ല. പണ്ടേ മദ്രാസി വാല എന്ന് പറഞ്ഞാൽ മദ്രാസ് വരെ ഉള്ളൂ ഡൽഹിക്കാർക്ക്. അത് ബ്രിട്ടീഷുകാർക്കായാലും കോൺഗ്രസ്സുകാർക്കായാലും അവിടെ ഡൽഹിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മദ്രാസി വാല എന്ന് പറഞ്ഞാൽ മദ്രാസ് വരെയുള്ളൂ. അതിന് ഇങ്ങോട്ടൊരു സ്റ്റേറ്റ് ഉണ്ടെന്ന് അവർ മൈൻഡ് ചെയ്യത്തില്ല. ആകപ്പാടെ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഇങ്ങനൊരു സ്റ്റേറ്റ് തന്നെ ഉണ്ടെന്ന് അവർ അംഗീകരിച്ചത്. പക്ഷേ നമുക്കൊന്നും കിട്ടുന്നില്ല. സംഘടിതമായി നമ്മളെല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കിയേ കഴിയൂ. അതിനകത്ത് കക്ഷിയുമില്ല, രാഷ്ട്രീയവുമില്ല. വളരെ ശക്തമായി നമ്മൾ ബഹളം ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞു. സുരേഷ് ഗോപിയൊക്കെ ഇവിടെ കലിങ്ക് ചർച്ചയും നൊങ്ക് ചർച്ചയും കള്ള് ചർച്ചയൊക്കെ നടത്തുന്ന സമയം കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് വല്ലതും വാങ്ങിച്ച് കേരളത്തിന് കൊണ്ടുതരാൻ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജോർജ് കുര്യനുമൊക്കെ എന്തെങ്കിലും കേരളത്തിന് മേടിച്ചു തരാനുള്ള ശ്രമം നടത്തണം.